മത്തായി, മത്തായി, എന്തോ? ഞാൻ ആരാണെന്ന് അറിയാമോ മത്തായിക്ക്? അറിയാം. മത്തായി, മത്തായിയുടെ മകളാകാനുള്ള പ്രായമേ ഉള്ളൂ എനിക്ക്. ഈശ്വരനെല്ലാം കാണുന്നുണ്ട്, ഓർത്തോ. കുഞ്ഞെ, വേണ്ട, വിശദീകരിക്കണ്ട, എല്ലാം എനിക്കറിയാം. കുഞ്ഞെ, ഞാൻ കുഞ്ഞ് എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. എല്ലാത്തിനും കൂട്ടു നിന്നിട്ട് ശങ്കരേട്ടനെ വിളിച്ചു. വേണ്ട, ഞാനിവിടെ നിന്നോളാം. നമ്മുടെ വീടുകളിൽ ഏറ്റവും മാതൃകാ കുടുംബമായിരുന്നു. ഇവിടെ ഇങ്ങനെ ഒരു താളപ്പുഴ വന്നതിൽ താളപ്പുഴ എങ്ങനെയുണ്ടായി? അതെന്താ ആരും അന്വേഷിക്കാത്തത്? ആ അന്വേഷണമൊന്നും വേണ്ട. ക്ഷമിക്കാനും സഹിക്കാനും തയ്യാറാവണം. ക്ഷമിക്കണമല്ലേ? എന്നാൽ അവളെ കൂടി ഇവിടെ കൊണ്ട് താമസിപ്പിച്ചോട്ടെ, പോരെ? തർക്കിക്കാൻ പറഞ്ഞതല്ല. വിചാരം കൊണ്ടുപോലും ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടുള്ളവളല്ല. എന്തോ? നീ എനിക്ക് മാപ്പ് തരില്ലേ? പറയൂ ശാരി, നീ എന്നോട് ക്ഷമിക്കില്ലേ? എന്നോട് അങ്ങനെ ഒന്നും ചോദിക്കട്ടെ. എനിക്ക് ഭ്രാന്ത് പിടിക്കൂ. എനിക്കതൊന്നും താങ്ങാനുള്ള ശക്തിയില്ല. നീ വിശ്വസിക്കൂ, ഇനി ഒരിക്കലും ഞാൻ നിന്നിൽ നിന്ന് അകന്നു പോവില്ല ശാരു. ഒരിക്കലും ഒരിക്കലും. ശങ്കരവേനൻ വന്നിട്ടുണ്ട്. കുഞ്ഞിനെ അന്വേഷിക്കുന്നു. എന്റെ കാവിലമ്മി, ഈ കുഞ്ഞിന് എന്ത് പറ്റി? ശാരദേ, നോക്കൂ ശാരദേ, നീ എന്തൊക്കെ പറഞ്ഞാലും ഇത് കുറെ കൂടിപ്പോകുന്നത്. ദിസ് ഈസ് ടു മച്ച്. നീ എന്താണ് ചെയ്യുന്നതെന്ന് നീ മനസ്സിലാക്കുന്നില്ല. ഒരു കുടുംബമാണ് തകരുന്നത്. ഞങ്ങൾ സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്തിരുന്ന ശാരദേ, എന്തൊക്കെയായാലും സുകുമാരൻകുട്ടി നിന്റെ ഭർത്താവാണ്. സൗമ്യയുടെയും സന്തോഷിന്റെയും അച്ഛനാണ്. അക്കാലത്ത് പറയാമെന്നതായിരിക്കും. ഒരിക്കലുമല്ല. ഈ കുടുംബത്തോടുള്ള സ്നേഹം കൊണ്ട് പറയുക. എന്റെ ജീവിതത്തിലെ ശൂന്യത ഇവിടുത്തെ കുട്ടിച്ചിരികൾ കേട്ടാണെന്ന് ഞാൻ നികത്തിയത്. ആ അടുപ്പവും സ്നേഹം കൊണ്ട് പറയുന്നതാണ്. സ്നേഹത്തിന്റെ പേരിൽ സംസാരിക്കുന്നു പോലും. ഞാനിതെല്ലാം കണ്ടുപിടിക്കുന്നവരെ എവിടെയായിരുന്നു ശങ്കരേട്ടന്റെ സ്നേഹവും അടുപ്പവും ഒക്കെ? എല്ലാം അറിഞ്ഞുകൊണ്ട് എല്ലാത്തിനും കൂട്ടുനിന്നിട്ട് ഒടുവിൽ ഉപദേശിക്കാൻ വന്നിരിക്കുന്നു. നിങ്ങൾ പുരുഷന്മാരെല്ലാം വഞ്ചകന്മാരാണ്, ഹൃദയമില്ലാത്തവരാണ്. എല്ലാം അറിഞ്ഞുകൊണ്ട് കൂട്ടുനിന്നുവെന്ന്. ശാരദേ, നീ എന്നെ കുറിച്ചാണോ ഈ പറയുന്നത്? എന്തൊരു ശങ്കരേട്ട ഈ നാടകം? ഞങ്ങൾ കൈവച്ച് ശങ്കരേട്ടന് പറയാമോ? ശങ്കരേട്ടന്
ഇങ്ങനെയൊന്നും അറിഞ്ഞിരുന്നില്ലെന്ന്. ഞാൻ ശാരദേ, നീ എന്നെ വല്ലാതെ തെറ്റിദ്ധരിച്ചിരിക്കുന്നു. എല്ലാം തെറ്റുകാരനെയാണല്ലേ. കുറെ കാലം നിങ്ങൾ എല്ലാവരും കൂടി എന്നെ വിട്ടുപോയി. ഇനിയും പണി കളിപ്പിക്കാൻ നോക്കരുത്. ശങ്കരനെ ക്ഷണിക്കാൻ ധൈര്യമുണ്ട്. വിദ്യാർത്ഥിക്കാരിൽ ശങ്കരനോട് പറയുണ്ടായില്ലേ? പറയൂ. മക്കൾ പോയി പഠിക്കാം. അങ്കിൾ പിന്നെ വരാം. എനിക്ക് ജീവിതം നഷ്ടപ്പെട്ടിരിക്കുന്നു. എന്റെ എല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്നു. എന്റെ ശാരി പോലെ എന്നെ ഉപേക്ഷിച്ചു പോയി. ശങ്കർ, നീ വിചാരിക്കുന്നുണ്ടോ ഞാൻ അത്രയ്ക്ക് സംസ്കാരഹീനനാണെന്ന്? അന്ന് ആ പെണ്ണ് വീട്ടിൽ കയറി വന്നപ്പോൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒരു നാടകം അഭിനയിച്ചു. അത് എന്റെ കുറ്റം ഒളിക്കാൻ വേണ്ടിയായിരുന്നില്ല. അവളുടെ, എന്റെ ശാരിയുടെ ഹൃദയം തകരാതിരിക്കാൻ വേണ്ടിയായിരുന്നു. എടാ സുഖു, ഞാനിത് മനസ്സിലാക്കാൻ വളരെ വൈകിപ്പോയി. നീ എന്നോട്... ഞാൻ നിന്നെ കുറ്റപ്പെടുത്തുകയല്ല. നീ സത്യം ചോദിച്ചതേ ഉള്ളൂ. പക്ഷേ പിന്നീട് ചാരു പറയുന്ന കാര്യങ്ങളൊന്നും എനിക്കറിഞ്ഞൂടാ. നീ പോലും എന്നെ വിശ്വസിക്കുന്നില്ലെന്ന് എനിക്കറിയാം. എടാ, നീ ഇതുവരെ എന്നെ മനസ്സിലാക്കിയിട്ടില്ല. ചാരി ആ നെക്ലസിന്റെ കാര്യം പറയും. എനിക്കറിയില്ല. പക്ഷെ അവളെ വിശ്വസിക്കണ്ടേ? ഞാൻ അറിയാത്ത ചെയ്യാത്ത കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ ശിക്ഷിക്കപ്പെടും. നീ അതൊക്കെ വിടും. ഈ വേഷം മാറിയിട്ട് എന്റെ കൂടെ വാ. എവിടേക്ക്? വീട്ടിലേക്ക്. ഞാൻ വരുന്നില്ല. ഞാനാണ് വിളിക്കുന്നത്. നീ ഇതൊക്കെ മറക്കും. മറക്കാൻ പറയാൻ എന്തെളുപ്പം. ഞാൻ വരുന്നില്ല, നീ പോ. എടാ സുഖു, നീ കൊച്ചുപിള്ളേരെ പോലെ വാശി പിടിക്കാതെ എന്റെ കൂടെ വാ. ഞാൻ വരുന്നില്ലെന്ന് പറഞ്ഞില്ലേ? അല്പ സ്വസ്ഥതയ്ക്കും ചേരുതയ്ക്കും വേണ്ടിയാണ് ഞാനിവിടെ വന്നത്. സുഖു. ശങ്കർ, ശങ്കർ, പ്ലീസ് ഗോ. ലീവ് മീ അലോൺ. ഐ സേ പ്ലീസ്. വേണു കുഞ്ഞിനെ വരുത്തണം. കുഞ്ഞ് വന്നാലേ എന്തെങ്കിലും പറ്റും. ഇനി മതിയാക്കാൻ നമുക്ക് വീട്ടിലേക്ക് പോവാം. സ്വർഗത്തെ പോലെ കഴിഞ്ഞ ഒരു വീടാണ്. കർത്താവേ, ഈ നിലയിലെത്തി. ഇനി മതിയാക്കാൻ. ഇനിയെങ്കിലും നമുക്ക് വീട്ടിലേക്ക് പോവാം. എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തുന്നു. പക്ഷെ എന്റെ വേദന കുറ്റപ്പെടുത്തുകയല്ല സാർ. എന്നാലും മതിലകത്ത് കുടുംബത്തിന്റെ ചോറാണ് സാർ ഈ തടി. അതെനിക്ക് മറക്കാൻ പറ്റില്ല. എല്ലാറ്റിനും സാക്ഷി നിന്നിട്ടുള്ളവനാണ് ഞാൻ. തിരുത്താനും മറക്കാനും പാടില്ലാത്ത വിധത്തിൽ ഒന്നും സംഭവിച്ചിട്ടില്ല. ഇനിയെങ്കിലും നമുക്ക് വീട്ടിലേക്ക് പോകാം. മത്തായിക്ക് വേണമെങ്കിൽ പോവാം. എനിക്ക് ആവശ്യം അല്പസ്വൈരതയാണ്. പറഞ്ഞത് അവിവേകമാണെങ്കിൽ മാറും. ഇതൊക്കെ പറയാനുള്ള അർഹത എനിക്കില്ലെന്നറിയാം. എങ്കിലും ഇതൊക്കെ കാണുമ്പോഴുള്ള ദണ്ഡം കൊണ്ട് പറഞ്ഞു പോയതാണ്.